പകുതി മാത്രം പൂർത്തിയായ വീട്ടിൽ അടച്ചുറപ്പില്ലാതെ പേടിച്ചു രണ്ട് ലീലയും ഭാസ്കരനും. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഭാസ്കരനും ലീലയുമാണ് പൂർത്തിയാകാത്ത വീട്ടിൽ വനത്തിനടുത്ത് കഴിയുന്നത്. ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട് നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. കൂടുതൽ പണം ആവശ്യപ്പെട്ട് കരാറുകാരൻ വീടുപണി മുടക്കുകയും ചെയ്യുന്നു. ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ കാനനക്കുന്നിലെ ഭാസ്കരും ലീലയ്ക്കും വീട് എന്നത് ഇന്നും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ്. ഇരുഭാഗവും വനങ്ങളാൽ ചുറ്റപ്പെട്ട വനാതിർത്തിയുടെ നടുവിലാണ് ലീലയും ഭാസ്കരും താമസിക്കുന്നത്. കടലാസ് കൊണ്ട് മറച്ചുണ്ടാക്കിയ ചെറിയ കൂരയിലാണ് ST വിഭാഗത്തിൽപ്പെട്ട ലീലയും ഭാസ്കരും കഴിഞ്ഞു വരുന്നത്. അവിടെ നിന്ന് മാറി ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയായില്ല. കൂടുതൽ പണം ആവശ്യപ്പെട്ട് കരാറുകാരൻ ഇടങ്കോലിട്ടതോടെ പണം നൽകാനാകാത്തതിനാൽ നിർമ്മാണം നിർത്തി കരാറുകാരൻ പോയി. ST വിഭാഗങ്ങൾക്ക് 6 ലക്ഷം രൂപയാണ് നൽകാറുള്ളതെന്നാണ് സർക്കാർ പറയുന്നത്. 420 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടാണ് നിർമ്മിക്കേണ്ടത്. പഞ്ചായത്ത് വിഒയുടെ നേതൃത്വത്തിൽ കരാർ ഒപ്പിട്ട് പരിചയത്തിലുള്ള കരാറുകാരന് ജോലിയും ഏൽപ്പിച്ചു. 6 ലക്ഷം രൂപയും കരാറുകാരന് നൽകിയെന്ന് പറയുമ്പോഴും കൂടുതൽ പണം ആവശ്യപ്പെടുകയാണ് കരാറുകാരനെന്ന് ഭാസ്കരും ലീലയും പറയുന്നു. വാങ്ങിയ തുക വെച്ച് മുഴുവൻ നിർമ്മാണവും പൂർത്തീകരിച്ചെങ്കിലും കരാറുകാരനെതിരെ പരാതി നൽകുമെന്ന് ലീല പറഞ്ഞു. പെരപ്പണി എടുത്തിട്ടില്ല, പിന്നെ പൈസ ഫുള്ളും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. വിളിക്കുമ്പോൾ പറയും പിന്നെ വരൂല അറിഞ്ഞു. പിന്നെ പാസ്ബുക്കൊക്കെ ഓൻ്റെ കയ്യിലാണ്. ഓൻ ചോദിച്ചാൽ പറയും അവിടെയാണ് ഇവിടെയാണ് അറിയാം. ബാബുത്ത് അല്ല പിന്നെ ആരാ. കാട്ടിൽ നിന്ന് ലഭിക്കുന്ന കാട്ടുമരുന്നുകൾ വൈദ്യശാലയിൽ എത്തിക്കുന്ന ജോലിയാണ് ലീലയും ഭാസ്കരനും. ഇരുവരുടെയും പരാതി പരിശോധിച്ച് വേണ്ട എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണെന്ന് വാർഡ് അംഗം മഞ്ജു പറഞ്ഞു. അതേസമയം അക്കൗണ്ടിൽ നിന്ന് ഗുണഭോക്താവ് പല സമയങ്ങളിലായി പണം പിൻവലിച്ചുവെന്നാണ് കരാറുകാരൻ ആരോപിക്കുന്നത്. കേരള വിഷൻ, ചാലിയാർ.